ചോക്കാട് ഉതിരംപോയിൽ GMAP സ്കൂളിനോട് വാക്കുപാലിച്ച് AP അനിൽകുമാർ MLA. കുട്ടികളുടെ എണ്ണക്കുറവ് പരിഹരിച്ചാൽ ബസ് അനുവദിക്കാം എന്നതായിരുന്നു വാഗ്ദാനം. എന്നാൽ MLA പറഞ്ഞതിലും ഇരട്ടി കുട്ടികളെ സ്കൂളിൽ എത്തിച്ചാണ് സ്കൂൾ അധികൃതർ മറുപടി നൽകിയത്. വളരെ വലിയ രീതിയിലുള്ള ഒരു ആഘോഷം പോലെയാണ് പ്രവേശനോത്സവമൊക്കെ നടത്തിയത്. പ്രവേശനോത്സവത്തിൽ അന്ന് ഞാൻ പല സ്കൂളുകളും പങ്കെടുക്കുമ്പോൾ പോകുന്ന വഴി ഓരോ സ്കൂളുകളിലും ഒട്ടനവധി വാഹനങ്ങളും ആളുകളും രക്ഷിതാക്കളും ഒക്കെ ഒരു ഓണം പോലെ പെരുന്നാൾ പോലെ ഇന്ന് പ്രവേശനോത്സവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഉടൻ തന്നെ വാക്കുപാലിച്ച MLA സ്കൂൾ തുറക്കുന്നതിന്റെ മുൻപ് തന്നെ ബസ്സുമായി സ്കൂളിലെത്തി രക്ഷിതാക്കളും അധ്യാപകരുടെയും കുട്ടികളുടെയും സാന്നിധ്യത്തിൽ MLA ബസ് ഓടിച്ച് ഉദ്ഘാടനം ചെയ്തു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബസ് വാങ്ങിയത്. ഇതോടെ യാത്രാ സൗകര്യം എളുപ്പമായതിനാൽ ഇനിയും കുട്ടികളുടെ എണ്ണം കൂടാൻ ഇടയാകും. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സ്ഥാപനത്തിൽ ഇപ്പോൾ 200ലധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് EP സിറാജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദൻ, മെമ്പർമാരായ അറക്കൽ സക്കീർ ഹുസൈൻ, CH ഷൗക്കത്ത്, റഷീദ വൈദ്യർ, V ഷാഹിന ഗഫൂർ, ഷാനി ബഷീർ, MA ഹമീദ്, V അൻഷാദ് എന്നിവർ സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.